അസ്സലാമു അലൈക്കും. പരിശുദ്ധമായിട്ടുള്ള മുഹറം മാസത്തിലെ ഏതാനും ദിവസങ്ങൾ നമ്മുടെ മുമ്പിലൂടെ അങ്ങനെ കടന്നുപോയി. എല്ലാവരും വിസ്മയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആളുകളാണല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അതിപ്രധാനമായിട്ടുള്ള ഒരു അമലാണ് കേട്ടോ. ഇതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കൂല. കാരണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യം കിട്ടിയത് എന്ന് നമ്മൾ വിശ്വസിക്കൂല. അത്രയും ഫലമാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിധി എഴുതാണ് റബ്ബ് സുബ്ഹാനഹു തആല. ഇനി നമ്മളെ സംരക്ഷിക്കാൻ ഒരു വഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഇനി അവകാശമില്ല എന്ന് പറയുന്നിടത്തുനിന്ന് റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആ ഒരു കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ആദ്യം ഞാനൊരു കമൻറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അല്ലേ. ഈ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു അമലിൻ്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത ഇടത്ത് നിന്ന്, ഒന്നുമല്ലാത്ത ഇടത്ത് നിന്ന് എന്തൊക്കെയോ ആക്കിയിട്ടുള്ളത് ഈ ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിൽ നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു കമൻറ്റാണ്, അതേപോലെ തന്നെ ഒരു സഹോദരിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സമയം ഉണ്ടായിരുന്നു. കാരണം വളരെ പ്രതിസന്ധി നിറഞ്ഞിരുന്നൊരു സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോയി. ജോലി ഇല്ലാത്ത അവസ്ഥ വന്നു. ദിവസങ്ങൾ കടന്നു പോകുകയാണ്. വിഷമം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും. വീട്ടു ചിലവുകളുണ്ട്, ഒന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ ബുദ്ധിമുട്ടുമായി. പല സ്ഥലങ്ങളിലും അപേക്ഷ നൽകി, പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി. പലരോടും ഞാൻ ജോലി അന്വേഷിച്ചു. എൻ്റെ വീട്ടുകാരോട്, കുടുംബക്കാരോട്, കൂട്ടുകാരോട് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടായിരുന്നു ഞാൻ അവരോടൊക്കെ ചോദിച്ചിരുന്നത്. പക്ഷെ ഓരോ തവണയും അവരോടൊക്കെ ചോദിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നത് നിരാശ മാത്രമായിരുന്നു. ഒരു സമാധാനം ജീവിതത്തിലേക്ക് വന്നില്ല. പുറത്ത് ചിരിക്കണുണ്ട് ഞാൻ, പക്ഷേ ഉള്ളിൽ വലിയ ഇടങ്ങേറായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ചിലവുകളൊക്കെ ഞാൻ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. രാത്രി ഉറക്കം വരൂല എനിക്ക്. മനസ്സിന് സമാധാനം ഇല്ലാതെയായി. ശരീരം ആകെ തളർന്നു. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാതെ അത് തളർത്തുകയാണ്. നാളെ എന്താകും, എൻ്റെ മക്കൾക്ക് ആരാണ്, എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുക, ഇതൊക്കെ കൂടെ ആലോചിച്ചിട്ട് ഒന്നിനും കഴിയാതായി. ആ സമയത്താണ് ഞങ്ങൾക്ക് ആശ്രയമായിരുന്നത് പടച്ചോന്. കണ്ണീരോടുകൂടെ ദുആ ചെയ്തു ഒരുപാട് ദിവസം സജദയിൽ വീണ് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ആരും കാണാതെ കണ്ണീര് റബ്ബ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ആരും കേൾക്കാത്ത ആ ഒരു തേട്ടം റബ്ബ് സുബ്ഹാനഹു തആല കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഒരു ദുആയെക്കുറിച്ചിട്ട് അറിഞ്ഞത്, ഈ ഒരു വീഡിയോ കണ്ടത്. വളരെ വിശ്വാസത്തോടു കൂടെ ഞാനിത് ചൊല്ലാൻ തുടങ്ങി. ദിവസവും മുടക്കമില്ലാതെ കുറച്ച് ദിവസം ഞാൻ മുടക്കാതെ ചൊല്ലി. ഫലം എപ്പോൾ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ പടച്ചോനിൽ വിശ്വസിച്ചു. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാലും ഒരു ആവശ്യം വന്ന ടൈമിൽ അവരാരും എൻ്റെ കൂടെ ഉണ്ടായില്ല. പടച്ചോ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലേക്ക് വന്നു. അള്ളാഹു ഒരിക്കലും തൻ്റെ അടിമകളെ കൈവിടില്ല എന്ന് ഞാൻ അവിടെ വായിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമായിട്ടുള്ള ചില അവസരങ്ങൾ ലഭിച്ചു. എങ്ങനെയാണെന്നറിയോ? മുമ്പ് അടഞ്ഞിരുന്ന വാതിലുകൾ തുറക്കാൻ തുടങ്ങി. പ്രതീക്ഷകൾക്ക് വീണ്ടും ഒരു പുതുജീവൻ പോലെ, ഒരു ജീവൻ വെച്ച പോലെ തോന്നി. അതിനുശേഷം എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലിയും ലഭിച്ചു. ഇന്ന് ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. വീട്ടിൽ സന്തോഷമുണ്ട്, മനസ്സിൽ ആശ്വാസമുണ്ട്. അള്ളാഹിനോട് എത്ര നന്ദി പറയാനും എത്രത്തോളം നന്ദി പറഞ്ഞാലും അത് മതിയാകില്ല. കാരണം ജീവിതം നശിച്ചു, ഇനി മുന്നോട്ടൊരു വഴിയില്ല എന്ന് കരുതിയിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വഴിയുടെ വെളിച്ചം റബ്ബ് സുബ്ഹാനഹു തആലയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കാനാവുന്നതല്ല. കാരണം കഷ്ടതയുടെ ആഴം ആ ഒരു സമയത്ത് നന്നായിട്ട് അറിഞ്ഞു. ഇപ്പോൾ ഈ ഒരു കമൻറ്റ് വായിക്കുന്ന ആരെങ്കിലും ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഉപജീവിതത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, വളരെ ദരിദ്രമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ, ശാരീരിക വിഷമങ്ങളിലായിക്കോട്ടെ, മാനസിക വിഷമങ്ങളിലായിക്കോട്ടെ, സമാധാനം ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹിൻ്റെ കരുണയെക്കുറിച്ചിട്ട് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. ഇന്നത്തെ കണ്ണീരുണ്ടല്ലോ നാളത്തെ സന്തോഷത്തിൻ്റെ കാരണമാകും. ഇന്നത്തെ പരീക്ഷണം നാളത്തെ വിജയത്തിൻ്റെ തുടക്കമാണ്. ദുആ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. ഇതാണ് ആ ഇത്താത്താൻ്റെ ഒരു കമൻ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ അത്രയും ആ ഒരു നമുക്ക് കുറച്ച് ദിവസം ചെയ്തപ്പോൾ തന്നെ ജീവിതത്തിൽ ആ ഒരു കടിഞ്ഞാണുകളെ മാറ്റാൻ കെൽപ്പുള്ള ആ ഒരു കഴിഞ്ഞിട്ടുള്ള ആ ഒരു അമൽ ഏതാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. പരിശുദ്ധമായിട്ടുള്ള മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 അവസാന ദിവസങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ.
അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ഒരു സൂറത്താണ്, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ്. ഈ ഒരു സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് കൊണ്ട് നമ്മൾ എന്തെന്നെ റബ്ബിൻ്റെ അടുത്ത് ചോദിച്ചാലും അതിന് നമുക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ്റെ ഹൃദയ ഭാഗമായിട്ടുള്ള സൂറത്ത് യാസീൻ 7 മുബീൻ ഉൾക്കൊള്ളുന്നതാണല്ലേ ഈ ഒരു സൂറത്ത് യാസീൻ എന്നുള്ളത്. അപ്പോൾ ഓരോ മുബീനും ഈ 7 മുബീനിലെ ഓരോ മുബീനും എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ നമ്മൾ ചൊല്ലണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ 2 നാമങ്ങൾ നമ്മൾ ചൊല്ലണം. ഈ 7 മുബീൻ യാസീനിൽ എത്തുമ്പോഴും പരിശുദ്ധ അസ്മാഉൽ ഹുസ്നയിലെ 2 ഇസ്മുകൾ നമ്മൾ ചൊല്ലണം. യാ ഫത്താഹു യാ റസാഖു എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. യാ ഫത്താഹു യാ റസാഖു 70 തവണ വീതമാണ് നമ്മൾ ഈ ഓരോ മുബീനും എത്തിക്കഴിഞ്ഞാൽ യാ ഫത്താഹു യാ റസാഖു എന്നുള്ള ഈ 2 നാമങ്ങളും 70 തവണയാണ് ചൊല്ലേണ്ടത്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ ശുദ്ധിയുള്ള ആളുകൾക്ക് ആണല്ലേ ഈ ഒരു അമല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ മനസ്സിൽ കഠിനമായിട്ട് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ പരിശുദ്ധ സൂറത്ത് യാസീന് നമ്മൾ ഓതിയതിന് ശേഷം 7 മുബീൻ ഉണ്ടല്ലോ സൂറത്ത് യാസീനിൽ, ഈ 7 മുബീനും എത്തുമ്പോൾ ഓരോ മുബീനും കഴിയുമ്പോൾ യാ ഫത്താഹു യാ റസാഖു എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ 2 ഇസ്മുകളാണ് ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് ഉറപ്പായും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യുന്നത്, ആ ഒരു അമല് ആ ഒരു കാര്യത്തിനൊരു വിജയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ച് കിട്ടുക തന്നെ ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് അനുഭവങ്ങളാണ് ഈ ഒരു അമല് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ നമുക്ക് കിട്ടിയാലുള്ളൂ നമുക്കിതിൻ്റെ ആ ഒരു ഫലം ഒന്നുകൂടെ അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദുആ വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.